നമ്മളൊരു ബിസിനസ് സ്വപ്നം കാണുന്നതും അതിൻ്റെ റിയാലിറ്റിയും താരതമ്യം ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്ലാന് തയ്യാറാക്കിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഒരു കണക്കുകൂട്ടലുകൾ വെച്ചുകൊണ്ട് ആരൊക്കെയോ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ബിസിനസ് ചെയ്യുന്നത് കണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവേശത്തിൻ്റെ പുറത്താണോ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്? ഒരിക്കലും. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്, ഏത് ബിസിനസ് ആയാലും ആ ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്, ആ ഒരു ബിസിനസ്സിൻ്റെ വരും വരായ്മകളെക്കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. ശരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 3 സിനാരിയോ നമ്മൾ ചെക്ക് ചെയ്യണം. ഒന്ന്, നമ്മൾ ഏത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ഒരു ബിസിനസ്സിൻ്റെ നല്ല എന്തൊക്കെയാണോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ നടക്കുന്നതാണ് ഫസ്റ്റ് സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ ഉഷാറായിക്കൊണ്ട് ബിസിനസ് നടക്കുന്നതാണ് രണ്ടാമത്തെ സിനാരിയോ. ഈ 2 സിനാരിയോയും ബിസിനസ്സിനെ ഒരു നോർമൽ ലെവലിൽ കൊണ്ടുപോവുകയും രണ്ടാമത്തത് ബിസിനസ്സിനെ ഉയരുന്ന ഒരു രംഗമാണ്. പക്ഷേ നമ്മൾ ആരും ചർച്ച ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ ആരും ആഗ്രഹിക്കാത്ത മൂന്നാമത്തെ കാര്യം, നമ്മൾ പ്രതീക്ഷിച്ചതും നമ്മൾ പ്ലാൻ ചെയ്തതുമായിട്ടുള്ള ഒന്നും നടക്കാതെ ബിസിനസ് വളരെ ലോ ലെവലിൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ലോ ലെവലിൽ ബിസിനസ് നടക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും നമ്മൾ സ്റ്റക്കായി പോകുന്നത്. ഈ സ്റ്റക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ഈ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ബിസിനസ്സിൻ്റെ ഈ ഒരു റണ്ണിങ്ങിൽ സംഭവിക്കുന്ന സമയത്ത് അതിന് പരിഹാരം നമ്മളുടെ പ്ലാനിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു ബിസിനസ് ഇറങ്ങുന്നതിന് മുമ്പ് 3 സിനാരിയോ ചർച്ച ചെയ്യണം. ഈ 3 സിനാരിയോ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിനൊരു മറുപടിയോ അല്ലെങ്കിൽ ഇതിന് എന്ത് പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ബിസിനസ്സിലേക്ക് കാലെടുത്ത്